വയനാടിന് പറ്റുന്ന രീതിയിലെല്ലാം സഹായമെത്തിച്ച് അത്ഭുതപ്പെടുത്തുകയാണ് ചുറ്റുമുള്ള മനുഷ്യർ. ജീവനതുല്യം സ്നേഹിച്ച ബുള്ളറ്റാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശി വിജേഷ് വയനാടിനായി നൽകിയത്. ഡിവൈഎഫ്ഐയുടെ ധനസമാഹരണത്തിനായിരുന്നു ബുള്ളറ്റ് നൽകിയത്. ചിലർക്ക് ചിലതൊക്കെ വല്ലാതെ പ്രിയപ്പെട്ടതാവും. എന്ത് വന്നാലും ഒരിക്കലും കൈമാറിപ്പോവാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലത്. കണ്ണൂർ ഇരിട്ടി ഏടൂരിലെ വിജേഷിന് KL 14 15 37 നമ്പർ ബുള്ളറ്റ് ബൈക്കാണ് അങ്ങനെ പ്രിയപ്പെട്ടതായി ഉണ്ടായിരുന്നത്. സ്വന്തം കുഞ്ഞിനെ പോലെ കൂടെ കൊണ്ട് നടന്നിരുന്ന 1990 മോഡൽ ബുള്ളറ്റ്. വയനാട്ടിൽ മഹാദുരന്തത്തിൽ തകർന്നുപോയ സഹജീവികളുടെ നിലവിളികൾ ബുള്ളറ്റിന്റെ ശബ്ദം പോലെ വിജേഷിന്റെ കാതുകളിലും മനസ്സിലും തുളച്ചു കയറി. എന്നെക്കൊണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നായിരുന്നു ചിന്ത. വയനാട്ടിലെ വാർത്ത TV-ലെപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ എൻ്റെ സുഹൃത്ത് മഹേഷ് എന്ന് പറഞ്ഞ സുഹൃത്ത്, ഡിവൈഎഫ്ഐൻ്റെ സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ച് കയ്യിൽ നിന്ന് വലിയ ഒരു തുക എടുത്തു കൊടുക്കാനുള്ള സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ഒരവസ്ഥയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. അതിനിടയിലാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ ധനശേഖരണം നടത്തുന്നതായി അറിഞ്ഞത്. സ്നേഹം വിട്ടുകൊടുക്കേണ്ടത് കൂടിയാണെന്നാണല്ലോ പറയാം. കുറേയേറെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കൂടിയാണെങ്കിൽ അത് അനശ്വര സ്നേഹവുമാണ്. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ബുള്ളറ്റ് ഡിവൈഎഫ്ഐക്ക് കൈമാറാൻ തീരുമാനിച്ചു വിജേഷ്. വണ്ടി കണ്ട് കൊതിച്ച് പലരും വന്നു, മോഹവില പറഞ്ഞു. പക്ഷെ അത്രമേൽ പ്രിയപ്പെട്ടതിന് വിലയിടാൻ വിജേഷ് വൃദ്ധമായിരുന്നു. അതെന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് കൊണ്ടെടുക്കുന്ന ഒരു വണ്ടി കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സന്തോഷമാണ്. നല്ലൊരു കാര്യത്തിനാണ് എന്നുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ സന്തോഷം. വിജേഷിൽ നിന്ന് ഏറ്റുവാങ്ങിയ ബൈക്ക് ലേലം ചെയ്ത് കിട്ടുന്ന മുഴുവൻ തുകയും ഡിവൈഎഫ്ഐ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഈ ബുള്ളറ്റ് ഇപ്പം തന്നെ വിജേഷ് അത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് അതിന് വില ചോദിക്കുകയുണ്ടായി. 1990 മോഡൽ ബുള്ളറ്റാണ്. അപ്പം അത് ഭയങ്കര മാർക്കറ്റുള്ള ബുള്ളറ്റാണ്. 1 ലക്ഷത്തിന് മേലെ വില പറഞ്ഞിട്ട് വിജേഷ് അത് കൊടുത്തിരുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മേലെ തുക അതിന് കിട്ടുമെന്നാണ്. അപ്പം നമ്മളൊരു സുതാര്യമായി അതൊരു ലേലം നടത്തി വിൽപ്പന നടത്തണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യാനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇരിട്ടി ഏടൂരിൽ 2 വീലർ വർക്ക്ഷോപ്പ് നടത്തുകയാണ് വിജേഷ്. 2010 സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ബുള്ളറ്റ് സ്വന്തമാക്കിയത്. മനുഷ്യത്വം ഇന്ധനമാക്കിയുള്ള ഇങ്ങനെ ചില യാത്രകളുടെ പിൻസീറ്റ് യാത്രകൾ പോലും ഏറെ സന്തോഷം നൽകുന്നതാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.